ഇവിടെയാണ് ഇനി നമ്മൾ വരാൻ പോകുന്നതായിട്ടുള്ള നമ്മുടെ ഈ അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ഈ മഹാവിപത്തിനെ എങ്ങനെയാണ് ഇത്ര ധൈര്യമായിട്ട് എതിർക്കാൻ സാധിച്ചത്, നേരിടാൻ സാധിച്ചത്, അതിജീവിക്കാൻ സാധിച്ചത്? ഒരു തരത്തിലുള്ള കുഴപ്പങ്ങളുമില്ലാതെ. അതാണ് ഒരു തരത്തിൽ ആഫ്റ്റർ ഇഫക്റ്റ്. ഇത് പാകിസ്ഥാനിലാണ് സംഭവിച്ചത്. ഇന്ന് പാകിസ്ഥാനിൽ സംഭവിക്കുന്നത് അവിടുത്തെ 4 ഘടകങ്ങൾ: ജുഡീഷ്യറി, പാർലമെന്ററി ജനാധിപത്യം, എക്സിക്യൂഷൻ, അതുപോലെ സൈന്യം. അവിടെ 5-മതൊന്നും കൂടിയുണ്ട്, മതപ്രവർത്തകരെന്ന് പറയുന്നതായിട്ടുള്ള ഭീകരവാദികൾ. അവരുടെ കൂടെ ഏതെങ്കിലും തരത്തിലുള്ള 1-2 ഗ്രൂപ്പ് കൂടാൻ സാധിക്കുന്ന സമയത്ത് അട്ടിമറി നടക്കും. ഇത് തന്നെ ബംഗ്ലാദേശിൽ നടന്നിരുന്നത്. അപ്പൊ അത്തരത്തിൽ അട്ടിമറികൾക്കുള്ള എല്ലാ സാധ്യതയും ഇന്ത്യയിലും നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തോട് കൂടിയിട്ട് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെ നിരോധിച്ചു. അതിനെ ബാലൻസ് ചെയ്യാനായി ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചു. മറ്റ് പല സംഘടനകളെയും പേരിനൊക്കെ അവരെ നിരോധിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ടാർഗറ്റ് ഓൺലി വിത്ത് RSS. അത് തന്നെയായിരുന്നു അതിൻ്റെ അക്കിലീസ് ഹീൽ. അതും അത് തന്നെയായിരുന്നു, വേറെ മറ്റൊന്നുമല്ല. സെയിം അതേ സംഭവം. ഇന്ദിരാഗാന്ധിയുടെ ആ തീരുമാനമായിരുന്നു അവരുടെ പരാജയത്തിൻ്റെയും കാരണം.